ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വീണ്ടും വരാം. പച്ചമുളക് 4 എണ്ണം, 2 തക്കാളി, ഇഞ്ചി അരിഞ്ഞത്. ഞാൻ ഈ ഇഞ്ചി അരിഞ്ഞത് ചോപ്പ് ചെയ്ത് മിക്സറിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ഞാനപ്പോൾ ഇത്രയും വെളുത്തുള്ളിയാണ് ഇട്ടേക്കുന്നത്. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ വേണം. ഇതെല്ലാം നമുക്ക് കറിക്കിടാൻ പറ്റുന്ന പാകത്തിൽ അരിഞ്ഞ് റെഡിയാക്കി കൊണ്ടുവരാം. എല്ലാ പീസിനും ഇച്ചിരി വലിയ കഷ്ണം ആയതുകൊണ്ട് ഒരു കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഉപ്പും എരിവും അതിൻ്റെ ആ മസാലയൊക്കെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയൊരു കട്ട് കൊടുത്താൽ ആ മീൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. കാരണം അതിൻ്റെ മസാലയൊക്കെ ഉള്ളിൽ പിടിക്കും. ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പൊടി ഐറ്റംസ് ഒന്നും കൂടുതൽ ചേർക്കുന്നില്ല. 4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉലുവാപ്പൊടി. ഉലുവ നമ്മളല്ലാതെ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉലുവ മാത്രമേ ചേർത്തുള്ളൂ. നമ്മളതിനകത്ത് മല്ലിപ്പൊടിയോ മറ്റു മസാലകളൊന്നും നമ്മൾ ഇതിനകത്ത് ചേർക്കുന്നില്ല. നമ്മൾ സ്റ്റൗ ഓൺ ആയിട്ടുണ്ട്. നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ കോക്കോക്കോളയുടെ ഫ്രഷ് കോക്കനട്ട് ഓയിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഓക്കെ, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. വാള അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളി ഒന്ന് ബ്രൗൺ കളർ ആവട്ടെ, അതുവരെ ഒന്ന് കിടന്ന് മൂത്ത് വരട്ടെ. അത്യാവശ്യത്തിന് മൂത്തിട്ടുണ്ട്. വേണ്ട, ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഒരുപാടങ്ങ് മൂത്ത് നമ്മൾ താളിക്കുന്ന പരുവത്തിലൊന്നും ആകണ്ട കേട്ടോ. ഈ ഒരു പരുവം മതി. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ ഒരു സ്വല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മൂപ്പിച്ചെടുക്കാം. അരപ്പ് നന്നായിട്ട് മൂത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മീൻ കുറച്ച് കൂടുതലുണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ച് നല്ലതുപോലെ കുറച്ച് വെള്ളം ഒഴിക്കണം. ഇത് നമുക്ക് വെള്ളത്തിൽ വെച്ചേക്കുന്ന കുടംപുളിയും കൂടെ ഇവിടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് ഒന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്, നമുക്ക് നോക്കാം. തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന അയല മീൻ ഇട്ട് കൊടുക്കുക. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഉപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇനിയാണ് നമ്മൾ ഈ കോക്കനട്ട് മിൽക്ക് ചേർക്കാൻ പോകും. ഇത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് കൊണ്ട് കുറച്ച് കട്ടിയായിട്ടിരിക്കുക കേട്ടോ. നല്ല തേങ്ങാപ്പാലൊഴിച്ച അടിപൊളി മീൻകറി റെഡിയായി. കണ്ട, സൂപ്പർ. ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഒരുപാടങ്ങ് തിളച്ച് മറിയണ്ട, മീനൊക്കെ പൊടിഞ്ഞു പോകും. അപ്പം നല്ല അടിപൊളി മീൻകറി റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്.